ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് RDBMSലെ ആദ്യത്തെ പ്രോഗ്രാമാണ്. ലാബിൽ ചെയ്യാനുള്ള ആദ്യത്തെ പ്രോഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, ഇത് കംപ്ലീറ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കൂടെ നിങ്ങളെ സിസ്റ്റത്തിൽ ഇത് നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി എന്താണ് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. ഒന്നാമത്തെ പ്രോഗ്രാം ഇതാണ്. അപ്പോൾ നിങ്ങളിത് നിർബന്ധമായിട്ടൊന്ന് വായിച്ച് നോക്കാം. ക്രിയേറ്റ് എ ടേബിൾ കസ്റ്റമർ, കസ്റ്റ് നമ്പർ varchar of 5, കസ്റ്റ് നെയിം varchar of 15, ഏജ് നമ്പർ, ഫോൺ varchar of 10. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിലുള്ള ഫീൽഡാണ് കസ്റ്റ് നമ്പർ, കസ്റ്റ് നെയിം, ഏജ്, ഫോൺ. 4 ഫീൽഡുള്ള, അതായത് 4 കോളമുള്ള കസ്റ്റമർ എന്ന് പേരുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ചോദ്യം. ഓക്കെ, ആ ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം A മുതൽ H വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ A ക്വസ്റ്റ്യൻ എന്താണ്? ഇൻസേർട്ട് 5 റെക്കോർഡ്സ് ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്. B ക്വസ്റ്റ്യൻ ആഡ് ന്യൂ ഫീൽഡ് ഡേറ്റ് ഓഫ് ബർത്ത് വിത്ത് ഡേറ്റ് ഡാറ്റ ടൈപ്പ്. C question, create another table cust phone with fields cust name and phone from customer table. Then D question, remove the field age. Then E question, change the size of the cust name to 25. Then F question, delete all the records from the table. Then G question, rename the table customer to cust. Then H question, drop the table. ഇത്രയുമാണ് ഒന്നാമത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഡാറ്റാബേസ് ഹോം പേജിലേക്ക്, ഒറാക്കിൾ ഡാറ്റാബേസ് ഹോം പേജിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ പോകുക എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അപ്പോൾ അത് അറിയാത്തവർ തീർച്ചയായും അത് പോയി കണ്ടിട്ട് വരണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്കിൽ മാത്രമേ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. അതാ ക്രിയേറ്റ് എ ടേബിൾ കസ്റ്റമർ, കസ്റ്റ് നമ്പർ varchar of 5, കസ്റ്റ് നെയിം varchar of 15, ഏജ് നമ്പർ, ഫോൺ varchar of 10. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇവിടെ ചെയ്യാം. ക്രിയേറ്റ് ടേബിൾ. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് വെക്കുക. ക്രിയേറ്റ് എന്നുള്ള കമാൻഡ് DDL കമാൻഡാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളോട് വൈവക്കൊക്കെ ചോദ്യം ഉണ്ടാകുന്നതാണ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ വരുന്ന കമാൻഡാണ് ക്രിയേറ്റ് എന്നുള്ളത്. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ കസ്റ്റമർ, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ആദ്യത്തെ ഫീൽഡ്, ആദ്യത്തെ കോളം കസ്റ്റ് നമ്പർ എന്നുള്ളതാണ്. അതിൻ്റെ ഡാറ്റ ടൈപ്പാണ് varchar of 5. ഈ 5 എന്നുള്ളത് സൈസാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 5 കൊടുത്തുകൊണ്ട് നമ്മളിവിടെ 5 കൊടുക്കുന്നു. ഓക്കെ, ദെൻ കസ്റ്റ് നെയിം, കസ്റ്റമർ നെയിം varchar of 15, ദെൻ ഒരു കോമ ഇട്ടതിന് ശേഷം അടുത്ത ഫീൽഡ് ഏജ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്പർ എന്നാണ്. നമ്പർ, കൺഫ്യൂഷൻ ആവരുത്, നമ്പർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട് SQL. ദെൻ അടുത്ത ഫീൽഡ് ഫോൺ, 4ാമത്തെ കോളം ഫോൺ, അതിൻ്റെ ടൈപ്പ് varchar of 10. ഈ 10 എന്ന് പറയുന്നത് സൈസാണ്. ഓക്കെ, ദെൻ നിങ്ങൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമി കോളൻ എൻ്റർ ചെയ്യുന്നു, ദെൻ ഇത് ഓൾ സെലക്ട് ചെയ്യുന്നു. ദെൻ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ റൺ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, റൺ. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെ റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാം ടേബിൾ ക്രിയേറ്റഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഓരോന്നായിട്ട് എന്താണ് ചെയ്യാനുള്ളത്, അതിൽ A മുതൽ H വരെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ A ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം നമുക്ക്. ഇൻസേർട്ട് 5 റെക്കോർഡ്സ് ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്. അപ്പോൾ നമുക്കിതിലേക്ക് 5 റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ചെയ്യാനുള്ള സിൻടാക്സ് എന്താണ് വളരെ കൃത്യമായിട്ട് നോക്കുക. ഇൻസേർട്ട് ഇൻ ടു, ടേബിൾ നെയിം എന്താണോ അത് കൊടുക്കുക. കസ്റ്റമർ, ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ടേബിളിൻ്റെ പേരെന്താണ്? കസ്റ്റമർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ എന്ന് കൊടുത്തു. ദെൻ വാല്യൂസ്, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു.
അതിനുശേഷം ഓരോ ഫീൽഡിലേക്കും നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫീൽഡ് കസ്റ്റമർ നമ്പറാണ്, കസ്റ്റ് നമ്പറാണ്. അപ്പോൾ നമ്മളവിടെ സപ്പോസ് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിവിടെ 1 എന്ന് കൊടുക്കുന്നു, കോമ, ഒന്നാമത്തെ ഫീൽഡിലേക്കുള്ള വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ കസ്റ്റ് നെയിം ഞാനിവിടെ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിവിടെ ഷമീം, നമ്മൾ സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കണം, ഷമീം. ദെൻ കോമട്ടതിന് ശേഷം അടുത്തത് ഫീൽഡ് നമ്മളെ ഏജ് എത്രയാണെന്നാണ്. ഞാനിവിടെ 19 കൊടുക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കട്ടോ, 19 കൊടുക്കുന്നു. ദെൻ നമ്മളതിൽ ഫോൺ നമ്പറാണ്, ഇഷ്ടമുള്ള ഫോൺ നമ്പർ, ഞാൻ സപ്പോസ് 2 3 4 5 6 7 8 എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ഒരു നമ്പർ കൊടുത്തു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ദെൻ സെമി കോളൻ. ഇത്രയാണ് ഒരു റോയിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ ഇത്രയാണ് ചെയ്യേണ്ടത്. ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമർ വാല്യൂസ്. ദെൻ ആ 4 ഫീൽഡിലേക്കുമുള്ള വാല്യൂ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളിത് ഓൾ സെലക്ട് ചെയ്യുന്നു. ആ ഒരു ലൈന് മാത്രം ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ആ റണ്ണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റിസൾട്ടിൽ കാണാം 1 റോ ഇൻസേർട്ടഡ്. മനസ്സിലായല്ലോ, 1 റോ ഇൻസേർട്ടഡ്. ദെൻ നിങ്ങൾക്ക് അടുത്ത 5 റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യണം. അവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, ഇൻസേർട്ട് 5 റെക്കോർഡ്സ് ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നിങ്ങളിത് കോപ്പി ചെയ്യുക. അടുത്ത ലൈനിൽ വീണ്ടും നിങ്ങൾ ഇൻസേർട്ട് ഇൻ ടു നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമർ വാല്യൂസ് എന്നുള്ളത് അതേപോലെ തന്നെയാണ് വരിക. നിങ്ങൾ ഇവിടെ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 2 പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് ആതിര, ഞാൻ ക്യാപ്സിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആതിര. ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ദെൻ ഏജ് 19 തന്നെ ആയിക്കോട്ടെ. ഫോൺ നമ്പർ ജസ്റ്റ് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നു, 895. ഓക്കെ. ദെൻ നിങ്ങൾ ഈ ഒരു റോ മാത്രം സെലക്ട് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. അപ്പോൾ 1 റോ ഇൻസേർട്ടഡ് നിങ്ങൾക്ക് ഇവിടെ റിസൾട്ടിൽ കാണാം. അപ്പോൾ രണ്ടാമത്തെ റോയും ഇൻസേർട്ടഡ് ആയി. ദെൻ നിങ്ങൾ അടുത്ത ലൈനിൽ വീണ്ടും നിങ്ങൾ പേസ്റ്റ് ചെയ്യുന്നു, ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമർ വാല്യൂസ്. ഇവിടെ നിങ്ങൾക്ക് റോൾ നമ്പർ മാറ്റി കൊടുക്കാം. ഞാനിവിടെ 3 എന്ന് കൊടുക്കുന്നു. പേര് ഞാൻ ഷമീം എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ അതുല്യ എന്നാക്കുന്നു. ഞാനിവിടെ ക്യാപ്സിലാണ് കൊടുക്കുന്നത്, അതുല്യ. ദെൻ ഏജ് 20 ആയിക്കോട്ടെ, 20. ഫോൺ നമ്പർ ഞാൻ മാറ്റി കൊടുക്കുന്നു, 87452 എന്തെങ്കിലും ഫോൺ നമ്പർ കൊടുക്കുന്നു. ദെൻ നിങ്ങളിത് ഓൾ സെലക്ട് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാം 1 റോ ഇൻസേർട്ടഡ്. ഇങ്ങനെ നിങ്ങൾ 5 എണ്ണം ചെയ്യാം. ഓക്കെ, ഇങ്ങനെ 5 എണ്ണം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്ലേ ഇറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ ഉണ്ട്. ഇൻസേർട്ട് 5 റെക്കോർഡ്സ്, 5 റെക്കോർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ദെൻ ഡിസ്പ്ലേ ഇറ്റ്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള സിൻടാക്സ് ആണ്, അതിനുള്ള ഉപയോഗിക്കുന്ന കമാൻഡാണ് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ സെമിക്കോളൻ. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ സെമിക്കോളൻ. ദെൻ നമ്മൾ ഈ ഒരു റോ മാത്രം സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഇത് റൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴത്ത് കാണാം, ഡിസ്പ്ലേ ആയിട്ട് കാണാം 1 2 3 4 5 കസ്റ്റ് നമ്പർ ഇതാണ്, കസ്റ്റ് നെയിം ഇതാ, ഓരോരുത്തരുടെ ഏജ് ഇതാണ്, ഫോൺ നമ്പർ ഇതാണ്. നമ്മൾ എൻ്റർ ചെയ്ത ആ ഒരു ടേബിളിലെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റി. ഇത്രയാണ് ആദ്യത്തെ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇത്രയാണ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഇൻസേർട്ട് എന്ന് പറയുന്ന കമാൻഡും സെലക്ട് എന്ന് പറയുന്ന കമാൻഡും ഇത് രണ്ടും ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിലാണ്. DML, ക്രിയേറ്റ് എന്നുള്ളത് DDL ആണ്. ഇൻസേർട്ടും സെലക്റ്റും DML കമാൻഡ്സ് ആണ്. ആ ഒരു വ്യത്യാസം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ വേറൊരു കാര്യം കൂടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ കാണണമെങ്കിൽ അത് നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. DESC ഡിസ്ക്രിപ്ഷനാണ്. DESC ദെൻ നമ്മൾ ടേബിൾ നെയിം അടിക്കുന്നു. DESC ടേബിൾ നെയിം അടിച്ചിട്ട് നമ്മൾ എൻ്റർ സെമി കോളൻ അടിക്കുന്നു. ദെൻ നിങ്ങളിത് റൺ ചെയ്യുന്നു. ഇത് മാത്രം റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാം. ടേബിളിൻ്റെ പേരെന്താണ്, കോളം ഏതൊക്കെയാണ്, ഡാറ്റ ടൈപ്പ് എത്രയാണ്, ലെങ്ത് എത്രയാണ്, സൈസ് എത്രയൊക്കെയാണ് നമ്മൾ കൊടുത്തത്, ഡാറ്റ ടൈപ്പ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ഓരോ ടേബിളിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ കോമൺ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.
ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് എ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബി ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ച് നോക്കുക. ആഡ് ന്യൂ ഫീൽഡ് D_birth വിത്ത് ഡേറ്റ് ഡാറ്റ ടൈപ്പ്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള പുതിയ ഒരു കോളം നിങ്ങളെ ടേബിളിലേക്ക്, അതായത് കസ്റ്റമർ ടേബിളിലേക്ക് പുതിയ ഒരു കോളം, ഒരു ഫീൽഡ് ഇൻസേർട്ട് ചെയ്യണം, ആഡ് ചെയ്യണം, ഒരു പുതിയ ഫീൽഡ് ആഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഓൾട്ടർ ടേബിൾ, ഇതാണ് നമ്മൾ ചെയ്യേണ്ട കമാൻഡ്. ഇതാണ് ഓൾട്ടർ ടേബിൾ കസ്റ്റമർ ആഡ്, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, D_birth, ദെൻ സ്പേസ് ഇട്ടതിന് ശേഷം ഏതാണോ ഡാറ്റ ടൈപ്പ്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡേറ്റ് ആണ് ഡാറ്റ ടൈപ്പ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡാറ്റ ടൈപ്പ് ഡേറ്റ് ആണ്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ്, സെമികോളൻ, നിങ്ങൾ ആ ഒരു റോ മാത്രം സെലക്ട് ചെയ്യുന്നു. ദെൻ നിങ്ങൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ടേബിൾ ആൾട്ടേർഡ്, ഇവിടെ റിസൾട്ടിൽ ടേബിൾ ആൾട്ടേർഡ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ബി ക്വസ്റ്റിൽ ഇത്ര മാത്രമാണ് ചെയ്യാനുള്ളത്. ടേബിളിലേക്ക് പുതിയ ഒരു ഫീൽഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിനുപയോഗിക്കുന്ന കമാൻഡ് ആൾട്ടർ ആണ്. ഈ ആൾട്ടർ എന്നുള്ള കമാൻഡ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ വരുന്നതാണ്. അതായത് ക്രിയേറ്റും ആൾട്ടറും എല്ലാം ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ വരുന്നതാണ്. നേരത്തെ പറഞ്ഞ ഇൻസേർട്ടും സെലക്റ്റും ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിലാണ്, അതായത് DML-ലാണ്. അപ്പോൾ ഈ വ്യത്യാസം കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇനി നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യണം, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് വന്നിട്ടുണ്ടോ. അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടൊന്നുമല്ല, ക്വസ്റ്റ്യനിൽ ഇത് മാത്രം ചെയ്താൽ നിങ്ങൾ ആൻസർ ആയി കഴിഞ്ഞു. പക്ഷേ ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള പുതിയൊരു ഫീൽഡ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീണ്ടും DESC കസ്റ്റമർ, അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. സെമികോളൻ അടിച്ചതിന് ശേഷം നിങ്ങൾ ഇത് റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം D_birth, ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് ഏറ്റവും താഴെ വന്നിട്ടുണ്ട്. അതായത് ഈ ടേബിളിൽ ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സി ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. സി ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. ക്രിയേറ്റ് അനദർ ടേബിൾ കസ്റ്റ് ഫോൺ വിത്ത് ഫീൽഡ്സ് കസ്റ്റ് നെയിം ആൻഡ് ഫോൺ ഫ്രം കസ്റ്റമർ ടേബിൾ. അതായത് പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, കസ്റ്റ് ഫോൺ എന്ന് പേരുള്ള പുതിയ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിലെ ഫീൽഡ് ഏതൊക്കെയായിരിക്കണം? കസ്റ്റ് നെയിമും ഫോണും ആയിരിക്കണം. ഇത് പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ല ഫീൽഡ്. ഈ ഫീൽഡ് ഓൾറെഡി ഉള്ള കസ്റ്റമർ ടേബിളിൽ നിന്ന് എടുക്കുന്ന ഫീൽഡായിരിക്കണം. ആ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ. ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലുള്ള ഫീൽഡ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമർ ടേബിളിലെ ഫീൽഡാണ് നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം നോക്കുക. ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ക്രിയേറ്റ് ടേബിൾ കസ്റ്റ് ഫോൺ, ദെൻ നിങ്ങളിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ആസ് സെലക്ട് കസ്റ്റ് നെയിം കോമ ഫോൺ, ഈ രണ്ട് ഫീൽഡാണ് നമുക്ക് വേണ്ടത്. കസ്റ്റ് നെയിം, ഫോൺ. ഫ്രം കസ്റ്റമർ, ഇത്രയാണ് നമുക്ക് സി ക്വസ്റ്റ്യൻ. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ക്രിയേറ്റ് ടേബിൾ കസ്റ്റ് ഫോൺ ആസ് സെലക്ട് കസ്റ്റ് നെയിം ഫ്രം കസ്റ്റമർ. അതായത് പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, അതിലേക്കുള്ള ഫീൽഡ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് എടുത്തു. ഓക്കെ, ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടേബിൾ ക്രിയേറ്റഡ് എന്ന് കാണിക്കുന്നു. ഓക്കെ, ടേബിൾ ക്രിയേറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ടേബിളിലേക്ക് നിങ്ങൾക്ക് ഈ ടേബിൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടെ DESC കസ്റ്റ് ഫോൺ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം സെമികോളൻ, ദെൻ നിങ്ങൾ ഈ ഒരു റോ മാത്രം റൺ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കസ്റ്റ് ഫോണിൽ കസ്റ്റ് നെയിമും ഫോണും ഇവിടെ വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ദെൻ നമുക്ക് അടുത്തത് ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഡി ക്വസ്റ്റ്യൻ, റിമൂവ് ദ ഫീൽഡ് ഏജ്. വളരെ വളരെ സിമ്പിളാണ്. ഇതിലുള്ള ഏജ് എന്ന് പറയുന്ന ഫീൽഡ്, അതായത് ഏജ് എന്ന് പറയുന്ന കോളം, കസ്റ്റമർ ടേബിളിൽ നിന്ന് ഏജ് എന്ന് പറയുന്ന കോളം നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഓൾട്ടർ ടേബിൾ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും, നമ്മൾ ഒരു ഫീൽഡ് ആഡ് ചെയ്യാനും ഒരു ഫീൽഡ് റിമൂവ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഓൾട്ടർ ടേബിൾ. അത് DDL കമാൻഡാണ്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ വരുന്ന കമാൻഡാണ്. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ
ദെൻ ഡ്രോപ്പ്, ശ്രദ്ധിക്കുക, മറ്റേ ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് എന്നാണ് കൊടുക്കേണ്ടത്. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രോപ്പ് ബ്രാക്കറ്റിൽ ഏത് ഫീൽഡാണോ അത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഏജ് ആണ്. ഇപ്പോൾ ഡ്രോപ്പ് ബ്രാക്കറ്റിൽ ഏജ് എന്ന് കൊടുക്കുന്നു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് സെമി കോളൻ. ഇത് നിങ്ങൾ ഈ ഒരു ലൈന് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടേബിൾ ആൾട്ടേർഡ്. ഓക്കെ, ഇത്ര മാത്രമേ നിങ്ങൾ അതിൽ ചെയ്യാനുള്ളൂ. ഇത്ര മാത്രമേ ഡി ക്വസ്റ്റിൽ ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. DESC കസ്റ്റമർ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അത് ആ ടേബിളിൽ നിന്ന് ഏജ് എന്ന് പറയുന്ന ഫീൽഡ് പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കസ്റ്റ് നെയിം, കസ്റ്റ് നമ്പർ, കസ്റ്റ് നെയിം, ഫോൺ, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഇവിടെ ഏജ് എന്നുള്ള ആ ഒരു ഫീൽഡ് ഇപ്പോൾ ഇല്ല. ഓക്കെ, ദെൻ അടുത്ത ഇനി ഈ ക്വസ്റ്റ്യൻ എന്താ നോക്കാം നമുക്ക്. ഈ ക്വസ്റ്റ്യൻ ചേഞ്ച് ദ സൈസ് ഓഫ് ദ കസ്റ്റ് നെയിം ടു 25. ചേഞ്ച് ദ സൈസ് ഓഫ് ദ കസ്റ്റ് നെയിം ടു 25. അപ്പോൾ നമുക്ക് കസ്റ്റ് നെയിമിൻ്റെ സൈസ് ഇവിടെ 15 ആയിരുന്നു, അത് 25ലേക്ക് നമുക്ക് മാറ്റണം. അപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഓൾട്ടർ ടേബിൾ കസ്റ്റമർ. ദെൻ നിങ്ങൾ ശ്രദ്ധിക്കുക മോഡിഫൈ. ഇവിടെ അങ്ങനെ ഒരു കമാൻഡാണ് ഉപയോഗിക്കുന്നത്, മോഡിഫൈ. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കസ്റ്റ് നെയിം ഇതിൻ്റെ സൈസാണ് നമുക്ക് മാറ്റാനുള്ളത്. ദെൻ അതിൻ്റെ നേരെ നിങ്ങൾ ടൈപ്പ് ഏതാണെന്ന് കൊടുക്കുക, വാർക്കെയർ ഓഫ്. നമുക്ക് മാറ്റേണ്ടത് ഏതിലേക്കാണ്? 25ലേക്കാണ്. ഓൾറെഡി ഉണ്ടായിരുന്നത് 15 ആയിരുന്നു, അത് നമുക്ക് 25ലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ അവിടെ സൈസ് 25 എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളൻ. ഇത്രയേ ഉള്ളൂ. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ, മോഡിഫൈ, കസ്റ്റ് നെയിം, വാർക്കെയർ ഓഫ് 25. ദെൻ നമ്മൾ ഈ ഒരു ലൈന് മാത്രം റൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ടേബിൾ ആൾട്ടേർഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ടേബിൾ ആൾട്ടർ ആയിട്ടുണ്ടോ, അതായത് ഇപ്പോൾ പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ DESC കസ്റ്റമർ മാത്രം റൺ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 25 ഇതാ കസ്റ്റ് നെയിം എന്നുള്ളത് 25 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തോളണമെന്നില്ല. നിങ്ങളതിൻ്റെ മുകളിലുള്ള ഈ ഒരു ലൈന് DESC കസ്റ്റമർ എന്നുള്ളത് റൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചേഞ്ച് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ദെൻ അടുത്തത് എഫ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡിലീറ്റ് ഓൾ ദ റെക്കോർഡ്സ് ഫ്രം ദ ടേബിൾ. വളരെ സിമ്പിളാണ്, എല്ലാ റെക്കോർഡും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പം ഡിലീറ്റ് ഫ്രം കസ്റ്റമർ, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഡിലീറ്റ് ഫ്രം കസ്റ്റമർ, ദെൻ നിങ്ങൾ സെമി കോളൻ. അപ്പോൾ നിങ്ങളിത് മാത്രം റൺ ചെയ്യുന്നു. ഓക്കെ, 5 റോസ് ഡിലീറ്റഡ്. നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത എല്ലാ റോയും ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. 5 റോസ് ഡിലീറ്റഡ് എന്ന് ഇവിടെ റിസൾട്ടിൽ കാണിച്ചു. ഓക്കെ, ഇത്രയാണ് എഫ് ക്വസ്റ്റ്യൻ. ഇത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ദെൻ അടുത്തത് ജി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ജി ക്വസ്റ്റ്യൻ, റീനെയിം ദ ടേബിൾ കസ്റ്റമർ ടു കസ്റ്റ്. അപ്പോൾ ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളിൻ്റെ പേര് ചേഞ്ച് ചെയ്യണം, അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഇതാണ്, ഓൾട്ടർ ടേബിൾ കസ്റ്റമർ റീനെയിം ടു കസ്റ്റ് സെമി കോളൻ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ റീനെയിം ടു കസ്റ്റ്, ദെൻ റൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ ടേബിൾ ഓൾട്ടേർഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമർ എന്ന് പറയുന്ന ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ കസ്റ്റ് എന്ന് മാത്രമാണ് ടേബിളിൻ്റെ പേരുണ്ടായിരിക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോപ്പ് ദ ടേബിൾ, വളരെ സിമ്പിളായിട്ടുള്ള കമാൻഡാണ് ഡ്രോപ്പിന്. ഡ്രോപ്പ് ടേബിൾ കസ്റ്റ് സെമി കോളൻ. നിങ്ങൾ ദെൻ ഓൾ സെലക്ട് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ടേബിൾ ഡ്രോപ്ഡ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ പ്രോഗ്രാമിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങളെ സിസ്റ്റത്തിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. ആകെ ഇത്രയാണ് കുറി വരുന്നത്, ഇത്ര മാത്രമാണ് വരുന്നത്. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ പറഞ്ഞു തരും, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ടെങ്കിലും പറഞ്ഞു തരും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.